ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴാണ് HRBRലുള്ള മഹാനഗരം റെസ്റ്റോറൻറ്റിനെ കൊണ്ട് ആലോചിച്ചത്. ഇതിപ്പോൾ 3 മാസമായി തോന്നുന്നു ഇവിടെ തുടങ്ങിയിട്ട്. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ ഞാനവിടെ എത്തി മെനു ഒക്കെ ഒന്ന് പരിശോധിച്ച് വരുമായിരുന്നു. അപ്പോൾ മെനു പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. നമ്മൾ ഈ ഒരു വിൻഡോ സീറ്റാണ് എടുത്തത്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ നമുക്ക് റോഡിലോട്ടേക്കുള്ള വ്യൂവും പിന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഭക്ഷണം വേഗം തന്നെ കിട്ടിയിട്ടുണ്ട്. ക്വിക്ക് സർവീസ് ആയിരുന്നു. തെലുങ്കു കുസീനാണ് ഇവർ കാറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗൊങ്കൂര ചിക്കനാണ് ആദ്യം കിട്ടിയത്. 289 രൂപയാണ് സംഭവത്തിനുള്ളത്. അപ്പോൾ ഭയങ്കര റീസണബിളി പ്രൈസ്ഡാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ബോൺലെസ് പീസാണ്. അപ്പോൾ വേഗം തന്നെ അവർ വന്നിട്ട് സർവീസും കാര്യങ്ങളൊക്കെ അവർ പ്ലേറ്റ് ചെയ്ത് നമുക്ക് പ്ലേറ്റിൽ വിളമ്പി തന്നു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ യുണീക്കായിട്ടുള്ളൊരു ടേസ്റ്റാണ്, പക്ഷേ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബോൺലെസ് പീസസ് ഓഫ് ചിക്കനാണ്, ടെൻഡർ ചിക്കനായിരുന്നു. നമുക്കിങ്ങനെ ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട് ഒരു ദാൽ പാലക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ മാച്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇന്ന് ഉഗാദി ആയതുകൊണ്ട് അവർ ഉഗാദി സ്പെഷ്യലായിട്ടുള്ള അവരുടെ ഒരു സംഭവം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തോന്നി. അപ്പോൾ അതിനുശേഷം നമ്മൾ കഴിക്കാൻ പോകുന്നത് നമ്മൾ രണ്ടാമത് വാങ്ങിച്ച ഈ ഒരു സ്റ്റാർട്ടറാണ്. ഇതും ചിക്കൻ്റെ ഐറ്റം തന്നെയാണ്. ഫിഷും പ്രോൺസും അങ്ങനെ വെജിറ്റേറിയൻസിനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട്. ആ മെനു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര അറ്റൻറ്റീവായിരുന്നു കേട്ടോ അവിടുത്തെ വെയിറ്റേഴ്സൊക്കെ. പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ അവരെത്തി നമുക്ക് സെർവ് ചെയ്ത് തരും. ഭയങ്കര അറ്റൻറ്റീവ്. ഇത്രയും അറ്റൻറ്റീവായിട്ടുള്ള വെയിറ്റേഴ്സുള്ള ഒരു സ്ഥലം അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് സാലഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവയൊക്കെ ചിക്കനാണ്. ഇതിനും 289 റുപ്പീസായിരുന്നു. അത് ഒരു കൈൻഡ് ഓഫ് മുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലും അതിലുള്ളത്. അതും നോട്ട് ദാറ്റ് എക്സൈറ്റിംഗ്, ബട്ട് ഇറ്റ്സ് ഗുഡ്, റീസണബിളി ഗുഡ്. അതിനുശേഷമാണ് നമ്മുടെ ഇന്നത്തെ താരം ചിക്കൻ ബിരിയാണി സ്പെഷ്യൽ എത്തിയത്. ബോൺലെസ് ആണ്. അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ള നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിന്ന് 2 ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടിൻ്റെയും ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോൺലെസ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് റൈസ് മാത്രം കഴിച്ച് നോക്കണമല്ലോ, അതിൻ്റെ എന്തൊക്കെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസ് ഭയങ്കര ലൈറ്റും ഭയങ്കര പഫി ആയിട്ടുള്ള റൈസാണ്. പക്ഷേ ഫ്ലേവർ ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരുന്നു. അത് എനിക്ക് ഒരു ചിക്കൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ബിരിയാണീൻ്റെയോ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടി ഈ ചിക്കൻ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഓക്കെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ലെജൻസ് ആയിട്ടുള്ള മേഘ്ന ബിരിയാണിയും ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അതിൻ്റെ അടുത്തോട്ടേക്ക് നിൽക്കുന്നില്ല. നിങ്ങളിവിടെ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ബിരിയാണി കൊണ്ട് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ഡൗൺ ബിലോ. പിന്നെ ഈ മട്ടൺ ദം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ്ലി ഡിസപ്പോയിൻറ്റഡ് ആയി. ആകെ 2 പീസ് മട്ടനാണ് ഉണ്ടായിരുന്നത്. അതിലെന്ന് പറഞ്ഞാൽ ഒരു പീസ് സത്യം പറഞ്ഞാൽ അതിൽ ഒരു മീറ്റ് ഉണ്ടായിരുന്നില്ല. ഇതിൽ കുറച്ച് മീറ്റ് ഉണ്ടായിരുന്നു. ഫ്ലേവർ ഈസ് മിസ്സിങ് ഫ്രം ദ ബിരിയാണി. ഭയങ്കരമായിട്ട് മിസ്സിങ് ആയിരുന്നു. മീറ്റിനാണെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഫ്ലേവറും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ സർവീസും കാര്യങ്ങളെല്ലാം ആബ്സല്യൂട്ട്ലി ഗുഡാണ്. പൈസ ഇത്രയാണ് ആയത്.